ഇന്നൊരു സിക്ക് ഡേ വ്ളോഗാണ് കേട്ടോ. ഇന്നലെ എനിക്ക് വയ്യായി ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് രാവിലെ എണീക്കാൻ പറ്റാത്ത പോലെ ഒട്ടും വയ്യാണ്ടാണ് എണീറ്റത്. നല്ല ചുമയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്യാം. സമയം നോക്കുമ്പം 9:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓഫീസിൽ പോകണത് എന്തായാലും നടക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ലീവൊക്കെ മെസ്സേജ് അയച്ചു. അതിനുശേഷം എനിക്ക് മിച്ചു തെർമോമീറ്റർ കൊണ്ട് തന്നതാണ്. ഞാനിങ്ങനെ നാവിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ടെമ്പറേച്ചർ നോക്കാറ്. എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അതിനുശേഷം ഞാൻ ഡെറ്റോൾ വെച്ചിട്ട് അത് തുടച്ച് വെക്കാനും ചെയ്യാറ്. മിച്ചുവിനാണെങ്കിൽ വേറെ തെർമോമീറ്റർ ഉണ്ട് കേട്ടോ, കിഡ്സിൻ്റെത്. പാവം മിച്ചു എനിക്ക് വയ്യാണ്ടായിട്ട് ഞാൻ മിച്ചുവിൻ്റെ അടുത്ത് നിന്ന് വിട്ട് നിൽക്കുന്ന പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ ആൾ അടുത്തേക്ക് വരുമ്പോൾ ആക്കിനി വയ്യാണ്ടാവുമോ എന്ന് എനിക്കും പേടി. പതുക്കെ ഒന്ന് എണീറ്റ് എൻ്റെ ബെഡൊക്കെ ഒന്ന് ശരിയാക്കി എന്നിട്ട് വേണം ഇനി പുറത്തേക്കൊന്ന് ഇറങ്ങാൻ. ഇപ്പം സമയം ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ടാകും കേട്ടോ. മിച്ചുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുണ്ട്. നല്ല ചുമയും ഉണ്ട്, എനിക്ക് നല്ല വയ്യായി തോന്നുന്നുണ്ട് ഇപ്പം എണീറ്റപ്പം തന്നെ. ഞാൻ കുറച്ച് ചുക്ക് കാപ്പി ഉണ്ടാക്കി. അപ്പം അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല ചൂടുവെള്ളം ആദ്യം കുടിച്ചതിന് ശേഷം ചുക്ക് കാപ്പിയും കൂടി കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ തന്നെ എൻ്റെ ത്രോട്ടിനൊരു എന്താ പറയുക, ഒരു മാറ്റം ഉണ്ടാകും. നല്ല ത്രോട്ട് പെയിനും ഒരു വയ്യായി ഫീലിംഗ് ഉണ്ട്. ചുമ ഉള്ളതിനെ കൊണ്ട് തന്നെ ത്രോട്ട് പെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. മിച്ചുവിനോട് നീങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞിട്ട് മിച്ചുവിനെ സൈഡിലേക്ക് മാറ്റി ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മക്കളുള്ള എല്ലാ അമ്മമാർക്കും ഈ ഫീലിംഗ് മനസ്സിലാവില്ല. എനിക്ക് ഭയങ്കര സങ്കടം ഇങ്ങനെ മാറ്റി ഇരുത്തുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് സൈനസ് ആയിട്ട് എൻ്റെ സൗണ്ട് മൊത്തം പോയിട്ടിരിക്കുകയാണ്. പക്ഷേ സൗണ്ടിൻ്റെ കാട്ടിയും എനിക്ക് സൈനസ് കൊണ്ട് ഇവിടേക്ക് ഇങ്ങനെ വീങ്ങിയിട്ടുണ്ട്. ഇവിടെ UAE മൊത്തത്തിൽ എന്താ വൈറലും ഒക്കെയാണ്. പിന്നെ ഒരു പേടി, ഇപ്പം എംപോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ സംഭവം വന്നതിനെ കൊണ്ട് എല്ലായിടത്തും കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് റൂളൊക്കെ. ഞാൻ ഇന്ന് ലീവ് എടുത്തത് തന്നെ വെറുതെ ഓഫീസിൽ പോയിട്ട് ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് മിച്ചുവിന് 2 ദിവസം മുന്നേ ഇങ്ങനെ കോൾഡും ചെറുതായിട്ട് പനിയൊക്കെ ആയി. അപ്പം തന്നെ മരുന്ന് കൊടുത്ത് അവന് മാറി. പക്ഷേ അത് പിന്നെ മിച്ചു പനി വരുന്ന സമയത്ത് നമുക്ക് അറിയാലോ, മക്കള് നമ്മളിങ്ങനെ എപ്പോഴും എൻ്റെ മേലിൽ കിടക്കുക, എൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പം എനിക്ക് എപ്പം മിച്ചുവിന് പനി വന്നാലും എനിക്ക് വരും, അതൊക്കെ അറിയാം. പക്ഷെ ഇങ്ങനെ ത്രോട്ട് പെയിനും ബോഡി പെയിനും അങ്ങനെ വിചാരിച്ചിട്ടില്ല. അങ്ങനെ സൈനസ് ഉള്ളതിനുണ്ട്. സൈനസ് കുറേ ആയിട്ട് ഇപ്പം ഇല്ലായിരുന്നു, വീണ്ടും ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവസ്ഥ. ഞാൻ ചേച്ചീനെ വെയിറ്റ് ചെയ്തിരിക്കുക. ചേച്ചി ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞതാ. ചേച്ചി വന്നിട്ട് വേണം ബാക്കി. മിച്ചുവിന് എനിക്ക് പനി ഉണ്ടായിട്ട് ഞാൻ വീണ്ടും മിച്ചുവിന് പനി വന്നാൽ ബുദ്ധിമുട്ടാവും. ചേച്ചി ഈ വീക്കും കൂടിയേ ഉള്ളൂ. ചേച്ചി നാളെയും കൂടി അല്ല, നാളെ 2 ദിവസം കൂടിയേ ഉള്ളൂ. ചേച്ചിക്ക് വേറെ സ്കൂളിൽ പണി കിട്ടിയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ അത് കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യുക, എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ആ സാധനം തലയിലേക്ക് വെക്കൂല, ഞാൻ ചിന്തിക്കൂല. അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ മിഥുന് കൊടുത്തിരിക്കുക. കാരണം എനിക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് എൻ്റെ തല ഏകദേശം പൊട്ടാനായിട്ടുണ്ട്. ഞാൻ ഇത്രയും നേരം ഉണ്ടല്ലോ ക്യാമറ ഈ സൈഡല്ല, ഓക്കെ, തല പൊട്ടാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്രാവശ്യം ഇതിൻ്റെ കാര്യം ഞാൻ എടുക്കൂല, റെസ്പോൺസിബിലിറ്റി മിഥു തന്നെ എടുക്കണം. എങ്ങനെ എന്താക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് എന്ന് പറഞ്ഞതിനെ കൊണ്ട് ആണെങ്കിലും എൻ്റെ തലയിൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, എന്താ ചെയ്യാൻ വേണ്ടി പോണേന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ചേച്ചി ഭയങ്കര എനിക്കൊരു സമാധാനമായിരുന്നു. ഇപ്പോൾ ഒരു 6-7 മാസമായി ചേച്ചിയുടെ മിച്ചുവിന് ഫുഡ് കൊടുക്കാനാണെങ്കിലും ഒക്കെ ചേച്ചി തന്നെയല്ലേ ഇപ്പം ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാൻ പനിയതിനെ കൊണ്ട് കുറച്ച് ലേറ്റായി വന്നാൽ മതി. എന്നിട്ട് മിച്ചുവിനൊന്ന് ഫുഡ് കൊടുക്കാനും, ഇനി എനിക്ക് വയ്യാത്തന്നെ കൊണ്ട് ഇനി ഞാൻ ഇതാക്കിയിട്ട് വീണ്ടും വയ്യാണ്ടായ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ്. എനിക്ക് കുറച്ച് അല്ലറ ചില്ലറ പണികൾ പെൻഡിങ് ഉണ്ടായിരുന്നു. ജോലി എൻ്റെ HR എന്ന് പറഞ്ഞൊരു ജോലി സംബന്ധമായിട്ടുള്ളതല്ല, അല്ലാണ്ട് തന്നെ എനിക്ക് 2-3 കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ പതുക്കെ ഇരുന്നിട്ട് എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് എല്ലാ കാര്യവും ചെയ്യാൻ വേണ്ടി പറ്റാറ്.
അപ്പോൾ ആ പെൻഡിങ് വർക്കൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടിരുന്നു. അതിനുശേഷം എനിക്ക് മിച്ചുവിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുണ്ട്. പക്ഷെ മിച്ചു എണീറ്റതും ഒരു ഗ്ലാസ് പാൽ കുടിച്ചതിനെ കൊണ്ട് തന്നെ അവനൊന്ന് സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ചേച്ചി വരുമ്പോഴേക്ക് കുറച്ചൊന്ന് മിച്ചുവിനെ നോക്കിയാൽ എനിക്ക് കുറേ പണിയൊക്കെ തീരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉള്ള സമയത്ത് എനിക്ക് പെൻഡിങ് വെക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. കാരണം വേഗം പണി തീർത്താൽ പിന്നെ മെൻ്റലി ഞാനൊന്ന് ഫ്രീ ആകും. മറ്റേ എപ്പോഴും എൻ്റെ മനസ്സിലായോ ഈ വർക്ക് പെൻഡിങ് ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിനെക്കാട്ടി നല്ലത് കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പണി തീർക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ വ്ളോഗിങ്ങും. പക്ഷേ എനിക്കിപ്പം വ്ളോഗ് ചെയ്യണം, എനിക്ക് കൂടുതൽ നിങ്ങളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യണം എന്നുള്ളതിനെ കൊണ്ടാണ് ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നത്. ജോലി അത്യാവശ്യം കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് സമാധാനമായിട്ട് ഇരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു മൂവി കാണാമെന്നാണ് വിചാരിച്ചാൽ ഏത് മൂവി കാണും? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു മൂവിനോടൊന്നും ഇപ്പം വലിയ ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിയില്ല, എനിക്ക് അങ്ങോട്ട് വരുന്നില്ല. പക്ഷേ എനിക്ക് ഉള്ളൊഴുക്ക് കണ്ടു 2 ദിവസം മുന്നേ, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അടിപൊളി ഫിലിം, ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഉർവശി ആണെങ്കിലും പാർവതി ആണെങ്കിലും. നമ്മൾ മൂവി റിവ്യൂ അല്ലാത്തതിനെ കൊണ്ട് അധികം പറയുന്നില്ല. പക്ഷേ ഞാൻ ഏത് മൂവി കാണും എന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും സീരീസ് കണ്ടാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ടൈം വെറുതെ പോകും. എനിക്ക് വലിയ താല്പര്യമില്ല ഈ സീരീസ് ഇരുന്നിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. സിനിമ കാണാനാണെങ്കിലും കുറേ നേരം ഇരുന്ന് ഇങ്ങനെ കാണാൻ ഇപ്പോൾ സൈനസ് ഉള്ളതിനെ കൊണ്ടും എനിക്ക് ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് എന്താ ചെയ്യാന്നാണ്. മൂവിക്ക് മുന്നേ ആയിട്ട് എനിക്കൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു. നല്ല രാത്രി ഇട്ട ഡ്രസ്സാണ്, അപ്പോൾ ഒന്ന് മാറ്റട്ടെ. എനിക്ക് എപ്പം പനി പിടിച്ചാലോ എനിക്ക് വയ്യാത്ത പോലെ തോന്നിയാലോ ഞാൻ ഈ ഒരു ടീഷർട്ടാണ് എടുത്തിടുക. ഈ ഒരു ടീഷർട്ട് ഇത് മിഥുവിൻ്റെ പഴയ ഡ്രസ്സാ, ടീഷർട്ടാണ്. ഇത് ഭയങ്കര ഈ ഒരു വൂളൻ പോലുള്ളതിനെ കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ചൂട് കിട്ടുകയും ചെയ്യും. അത് കൂടാണ്ട് ഈ ഒരു ഡ്രസ്സിന് ഒരു സ്പെഷ്യൽ ഫീലിംഗ് കൂടി ഉണ്ട്. എന്നെ ആദ്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് വരുമ്പം ഇതും ഒരു ട്രൗസർ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായത്. അപ്പം ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇത് ആകെ മോശമായിട്ടുണ്ട്, ഫുൾ നിറച്ച് ആകെ ഭയങ്കര മോശമായിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ എന്നും എടുത്ത് വെച്ചതാണ്. ഇതിലൊരു എന്താ പറയാ കുറേ അറ്റാച്ച്മെന്റ്സ് ഉണ്ട്. എന്നെ ഫസ്റ്റ് കാണാൻ വന്നപ്പോൾ ഉള്ളത്. രണ്ടാമത്തത് നമ്മൾ UAE വന്നിട്ടാണെങ്കിലും തണുപ്പത്തൊക്കെ അധികം ഇതായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. മിഥുനുള്ളൊരു സ്വഭാവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡ്രസ്സോ അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനങ്ങളോ വാങ്ങില്ല. വാങ്ങുകയാണെങ്കിൽ നല്ല സാധനം, നല്ല ബ്രാൻഡഡ് സാധനം വാങ്ങിക്കാം, പിന്നെ അതെന്നെ സ്ഥിരം യൂസ് ചെയ്യും. പ്രത്യേകിച്ച് മാറ്റിയിടലൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ വ്ളോഗിലൊക്കെ കാണുമ്പം സെയിം സാധനം തന്നെ ആയിരിക്കും അധികം യൂസ് ചെയ്യുന്നത് കാണും. ഞാൻ എന്നിട്ട് പറയാം ഒന്ന് മാറ്റിയിടുമോ, എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നണം എന്നുള്ളത്. ഞാനും അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് വ്ളോഗാണ്, അതുകൊണ്ട് വേറെ ഡ്രസ്സ് മാറ്റിയിടണം അങ്ങനെ എനിക്ക് തോന്നലില്ല. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന അങ്ങനെ നിങ്ങൾക്കും എന്തെങ്കിലും ചേഞ്ചസ് കാണണമെന്നുണ്ടാകും, അവിടെ മാറ്റി ഡ്രസ്സ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഈ വയ്യാണ്ട് വരിക അല്ലെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോവുക അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ചില ഡ്രസ്സ് ഉണ്ടാകും ഇടാൻ വേണ്ടിയിട്ട്, അതായിരിക്കും കയ്യിൽ കിട്ടുക. അതേപോലെ എനിക്ക് വയ്യാണ്ടാവുമ്പം ഞാൻ എപ്പോഴും തപ്പിയെടുത്ത് വെക്കുന്ന ഒരു സാധനമാണ് മിഥുവിൻ്റെ ടീഷർട്ട്. അപ്പം ഞാനൊന്ന് പോയിട്ട് ഒന്ന് ചൂട് വെള്ളത്തിലൊന്ന് മേല് കഴുകട്ടെ, തല കഴുകുന്നില്ല, മേല് കഴുകുമ്പോൾ തന്നെ ഒരു ഉഷാറ് വരും എനിക്ക്. അപ്പം പോയിട്ട് മേല് കഴുകണം. അതന്നെ മിച്ചു ഇവിടെ ഇരുന്നിട്ട് പാട്ട് കേൾക്കുന്നുണ്ട്, അതാണ് പാട്ട് ബാക്കിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഒന്ന് മേലൊക്കെ കഴുകിയതിന് ശേഷം മിച്ചുന് നൂഡിൽസ് ഉണ്ടാക്കി. എത്ര പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല ദോശ തരാന്നുള്ളത്. നൂഡിൽസ് കൊടുത്തതിനെ കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ലോണം വെള്ളം കുടിപ്പിക്കും, അതൊന്ന് ഡൈജസ്റ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് അത്ര ഹെൽത്തി അല്ല, പക്ഷേ എന്ത് ചെയ്യാനാ, വേറെ ഒരു വഴിയുമില്ല. അതിനുശേഷം ഞാനൊന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞാൻ ഇരുന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്ത് വെറുതെ കുറച്ച് എന്താ പറയുക പോഡ്കാസ്റ്റൊക്കെ ഒന്ന് കേട്ടു. പിന്നെ ന്യൂസൊക്കെ ഒന്ന് വെറുതെ ഇരുന്ന് കണ്ടു കേട്ടോ. മലയാളം ന്യൂസ് തുറന്നാൽ തന്നെ ഇപ്പം
ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം കേൾക്കാൻ. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് എല്ലാത്തിനും പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ വേണം. ഒരാളോട് സംസാരിക്കാൻ നമുക്ക് ഇപ്പം കറൻ്റ്ലി എന്താ നടന്നുകൊണ്ട് നിൽക്കുന്നതെന്ന് അറിയണമെന്നാണെങ്കിൽ കുറച്ച് ന്യൂസ്, അതേപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ ന്യൂസ് കാണുക എന്നുള്ളത് കുറവാണ്. പക്ഷെ എന്നാലും നമുക്ക് ഓൺലൈൻ ന്യൂസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വായിക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ അപ്ഡേറ്റ് ആയി ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ കഞ്ഞി എടുത്ത്, പൊടിയേരി കഞ്ഞി ഉണ്ടല്ലോ, നമ്മൾ നെല്ലുത്തരി കഞ്ഞി, അതൊന്ന് കുടിച്ചു ഒരു ഗ്ലാസ്. കാരണം എനിക്ക് ടെമ്പറേച്ചർ ചെറുതായിട്ട് കൂടുന്നുണ്ട്. ഈ ചുമ കൊണ്ട് തന്നെ നല്ല ത്രോട്ട് പെയിനും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും എപ്പോഴും ന്യൂസ് അല്ലെങ്കിൽ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടെമ്പറേച്ചർ നോക്കിയപ്പം ജസ്റ്റ് 38.1 ആയിരുന്നു. ഇപ്പം നോക്കുമ്പോൾ 31 ആയിട്ടുണ്ട്, മീൻസ് 39 ആയിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു പെനഡോൾ പണ്ട് വെങ്ങാനും വാങ്ങിച്ച എഡോളാണ് കേട്ടോ, എഡോൾ ക്യാപ്സ്യൂൾ ഉണ്ട്. അപ്പോൾ അതൊന്നും എടുക്കാമെന്ന് വിചാരിക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ പോകാൻ വേണ്ടിയിട്ട്. മരുന്ന് കുടിക്കാന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പണ്ട് മുതൽക്കേ ഞാൻ പണ്ട് കുഞ്ഞാകുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. കുഞ്ഞും അല്ല, എനിക്ക് തോന്നുന്നത് വലുതായിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഈ ഒരു ചെറിയ പനി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ഞാൻ മരുന്ന് എടുക്കില്ല. ഞാൻ മരുന്ന് കുടിച്ചോളാന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ടിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ജനവാതിൽ കൂടി പുറത്ത് കൊണ്ടുപോയിടുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ കോവിഡ് വന്നപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി ടാബ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ആ സമയത്ത് മിച്ചുവിന് സുഖമില്ലാണ്ടായതിനെ കൊണ്ട് തന്നെ, മിച്ചുവിനും കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മരുന്ന് എനിക്ക് എടുക്കാൻ ഇഷ്ടമില്ല. പിന്നെ ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്തത് മിച്ചുവിൻ്റെ മേലായതിനെ കൊണ്ട് തന്നെ എനിക്ക് കോവിഡ് വന്നിട്ട് 2 വർഷത്തോളം എനിക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് പോയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് റീസെൻ്റ്ലി അത് മാറിയത്. പക്ഷെ എന്നാൽ പോലും എനിക്ക് ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്, എനിക്ക് അലർജി, മീൻസ് പണ്ട് എന്താണോ ഉണ്ടായത് അതൊക്കെ കൂടുക ചെയ്ത്. പിന്നെ അത്യാവശ്യം ഡസ്റ്റ് അതൊക്കെ ഭയങ്കര അലർജി എനിക്ക് ഉണ്ടാവലുണ്ട്. പെറ്റ്സൊക്കെ എനിക്ക് അലർജിക്കാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് തിരിച്ചു വന്നത് കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ്. എനിക്ക് കോവിഡ് വന്നിട്ട് ന്യൂമോണിയ ആയിട്ട് ഞാൻ 2 ദിവസം 3 ദിവസം എങ്ങാനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. കിതപ്പ് വന്നിട്ടുണ്ട് എനിക്ക്. ചുമ 2 വർഷം കണ്ടിന്യൂസ് ചുമ. ഞാൻ എപ്പോഴും വീഡിയോയിലൊക്കെ അപ്പം പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ട് ഇപ്പം കുറഞ്ഞു കേട്ടോ. നാട്ടിലൊരു ഡോക്ടറെ കാണിച്ചു, ഒരുപാട് മരുന്നെടുത്തു, ഡോക്ടേഴ്സിന് കാണിച്ചു, മാറിയിട്ടില്ല. ലാസ്റ്റ് കാണിച്ച് ഡോക്ടറെ അടുത്ത് ഫുള്ളായിട്ട് മാറി. ഇപ്പോഴും ഇടയ്ക്ക് എനിക്ക് വരും, പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അതിനെ കൊണ്ട് തന്നെ പറഞ്ഞു തരുന്നത്, മരുന്ന് കഴിക്കാണ്ട് നിന്നാലുള്ള പ്രശ്നം ഞാൻ അനുഭവിച്ചതിനോട് തന്നെ ഇപ്പം മരുന്നിൻ്റെ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. എനിക്ക് പേടിയാണ്, അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലെങ്കിലും മരുന്നെടുക്കുകയാണ്. മരുന്ന് കുടിച്ചതിന് ശേഷം കുറച്ച് നേരം എൻ്റെ ബുക്ക്, ഈ ഒരു ബുക്കിൽ ഞാൻ ഓൾറെഡി വായിച്ച് കഴിഞ്ഞതാണ്. പക്ഷെ ഞാൻ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് എനിക്ക് ഒന്നും കൂടി ഒന്ന് വായിച്ചിട്ട് എനിക്കൊരു ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ എഴുതി വെക്കും. അപ്പോൾ ഈ ബുക്കിൽ ഒന്നുകൂടി ഞാൻ എടുത്തിട്ട് എന്താക്കും, വായിച്ചു നോക്കും. പവർ ഓഫ് ആ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്, അടിപൊളി ബുക്കാണ്. എനിക്ക് ഇങ്ങനത്തെ എന്താ പറയുക, കുറച്ച് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്ന, എപ്പോഴും എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ് എന്താ പറയാന്ന്. കാരണം ഞാൻ ഒറ്റ ടേക്കിൽ ഞാൻ തന്നെ പറയുന്നതാണ്, അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഇതിങ്ങനെ എന്താ പറയുക എഴുതി വെച്ചിട്ട് എടുക്കുന്ന ഒരു വ്ളോഗല്ല. എൻ്റെ മനസ്സിൽ വരുന്ന കാര്യം പറയുന്നത്, അതുകൊണ്ടാട്ടോ. അപ്പം പറഞ്ഞു വന്നത് ഇതൊരു അടിപൊളി ബുക്കാണ്, തീർച്ചയായിട്ടും വായിച്ചു നോക്കണം കേട്ടോ. അപ്പോഴേക്ക് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. മിച്ചുവിന് ഫുഡ് കൊടുക്കുന്ന ബഹളത്തിലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചേച്ചി വന്നിട്ട് ഫുഡ് കൊടുത്താൽ മതി, എൻ്റെ ഇനി പനി അവന് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. മിച്ചു ചേച്ചീനെ നട്ടം തിരിക്കുന്നുണ്ട്. എനിക്ക് കാണുമ്പോൾ തന്നെ പാവം തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ കൊടുത്താലും ഇതന്നെയാണ് അവസ്ഥ, അല്ലാണ്ട് ചേച്ചി അതിനെക്കൊണ്ട് ഇങ്ങനെ കളിപ്പിക്കുകയല്ല. അവൻ പൊതുവേ ഇങ്ങനെ കുറച്ച് TV കണ്ട് പിന്നെ ഇങ്ങനെ ഓടി കളിച്ചിട്ടാണ്. 3-4 വയസ്സ് പറയുമ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. പക്ഷെ പാവം ചേച്ചി എത്രയോ സ്വന്തം വീട്ടിലത്തെ ഒരാളെ പോലെ ഇരുന്നിട്ട് ചേച്ചി ചോറ് കൊടുക്കുകയാണ്. ചേച്ചി പോവാന്ന് പറയുന്നതിൻ്റെ ഒരു സങ്കടവും അല്ലെങ്കിൽ ആ ഒരു പേടി എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതന്നെ നോക്കിക്കുക അവൻ ചെയ്യുന്ന കളികളൊക്കെ.
പക്ഷെ ചേച്ചി പറഞ്ഞാൽ അത്യാവശ്യം കേൾക്കുകയും ചെയ്യും. കാരണം അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പാവം പോലെ ഇരിക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചി പോയിട്ടുണ്ട്. ഒരു 2:30 ആയപ്പോൾ നല്ല വെയിലാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞു എന്തിനാ ഇത്ര വെയിലത്ത് പോണേന്നുള്ളത്. അപ്പോൾ അവർക്ക് നിസ്കരിക്കാനുണ്ട്, അപ്പോഴേക്ക് വീട്ടിലെത്തുമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയതാണ് പാവം. എനിക്ക് ഇന്നലെ വരുമ്പം കൊണ്ടു തന്നതാ അലോവേരന്റെ കഷ്ണങ്ങളൊക്കെ. നിനക്ക് വേണമെങ്കിൽ തലയിൽ തേച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് എന്റെ വീട്ടിലത്തെ ഒരാളെ പോലെയാണ് സത്യത്തില് ചേച്ചി കൊണ്ടു തന്നതാ. പക്ഷെ എനിക്ക് ഈ കോൾഡും പനിയൊക്കെ ആയതിനെ കൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഇപ്പം ഇതൊന്നും തേച്ച് വെക്കാനുള്ള ഒരു അവസ്ഥ അല്ല. കാരണം വീണ്ടും വയ്യാണ്ടാവും. എനിക്ക് സൈനസിൻ്റെത് വീണ്ടും വരുന്നുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്നിട്ട് കുറച്ച് കുറവ് എന്നല്ല, എന്നാലും ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ പനി വന്നപ്പം വീണ്ടും ഇവിടെയൊക്കെ വേദനിക്കുന്ന, മേലും കൈയൊക്കെ വേദനിക്കുന്നുണ്ട്. ചോറ് കഴിച്ചിട്ടില്ല. രാവിലെ എനിക്ക് കഞ്ഞി കുടിച്ചതാ ഞാന്. ഇപ്പൊ ഞാൻ രസം എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രസപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കിയ രസമാണ്. അപ്പം രസത്തിന്റെ ആ ഒരു എന്താ പറയാ, കുറച്ചും കൂടി കുരുമുളകൊക്കെ ഇട്ടിട്ടപ്പോ തൊണ്ടയ്ക്ക് ഒരു സുഖം ഉണ്ടാകും. തൊണ്ടയൊക്കെ ഇങ്ങനെ എന്താ പറയാ ഇതാവുന്ന പോലെ ഉണ്ട്. പിന്നെ എന്റെ ഈ കണ്ണ് എനിക്ക് വയ്യാണ്ടായാൽ അപ്പം മനസ്സിലാവുന്നത് ഈ കണ്ണാണ്. ഈ കണ്ണിങ്ങനെ ചെറുതാവും. അപ്പം എന്താ പറയാ എനിക്ക് വയ്യ എന്നുള്ളത് മനസ്സിലാവും. ഇന്നലെ ഓഫീസിൽ നിന്ന് തന്നെ എല്ലാവരും ചോദിക്കണ്ടായിരുന്നു എന്ത് പറ്റി വയ്യ, ഇതിന്റെ കണ്ണിങ്ങനെ ചെറുതായിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വയ്യ, എനിക്കിങ്ങനെ ഒരു പനിയൊക്കെ തുടങ്ങുന്ന പോലെ. ഓഫീസിൽ പ്രത്യേകിച്ച് നല്ല ഈസി ആവുമ്പോ തണുപ്പ് ഭയങ്കര കൂടും. അപ്പം ഭയങ്കര തണുപ്പാ. അപ്പം എനിക്ക് ബ്ലേസർ ഇട്ടിട്ട് പോലും ഞാൻ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചത്തെ ചോറിന്റെ രസം ഏകദേശം തിളച്ചിട്ടുണ്ട്. മിച്ചു അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ഇത്തിരി കുരുമുളക് ഇട്ടു. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ്. ഇതേ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. കാരണം നമുക്ക് എന്തും നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ അമ്മയും അച്ഛനും കൊടുത്തയക്കുമ്പം അത് പറയുന്നതിൽ ഒരു ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇവിടെ എപ്പോഴും ഞാൻ അമ്മ കൊടുത്തയച്ച് കുരുമുളക് എടുക്കുന്ന പറയുമ്പോൾ ഇതാട്ടം പറയും, ഓ നിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച് സമ്മതിച്ചെന്നുള്ളത്. പക്ഷെ അത് എനിക്കൊരു സമാധാനം അങ്ങനെ പറയുമ്പം. ഞാൻ വെറും ഇത്ര ചോറും ഇങ്ങനെ ഒരു രസം കൊടുത്തിട്ടാണ് എൻ്റെ ഫുഡടി കഴിഞ്ഞത്. അതിനുശേഷം മിച്ചുവിൻ്റെ കൂടെ ഇരുന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വ്ളോഗൊന്ന് വെറുതെ ഒന്ന് ടി വിയിൽ പ്ലേ ചെയ്ത് നോക്കി. ക്ലാരിറ്റി മനസ്സിലാവാനാ, പക്ഷെ കുറച്ചൊരു ഡിമ്മായിട്ടുണ്ടോ ഡൗട്ട്. മിതു വരുമ്പോഴേക്ക് എനിക്ക് നല്ല പനി കൂടിയിട്ടുണ്ടായിരുന്നു. മിതുവിനെ കൂട്ടിയിട്ട് ഈ ക്യൂർ മെഡിക്കൽ സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതൊരു ക്ലിനിക്കാണ്. പക്ഷെ അവിടെ പോയി ചെന്നപ്പോൾ തന്നെ ഡോക്ടേഴ്സ് ഇല്ലെന്ന് അങ്ങോട്ട് ഉറപ്പിച്ച് പറഞ്ഞു. എന്താന്ന് ഏതാന്ന് ഒന്നും ചോദിക്കാണ്ട് ഇങ്ങനെ ഒരു മെഡിക്കൽ സെന്റർ ഓപ്പൺ ചെയ്ത് വെക്കും, എനിക്കറിയില്ല. അതിനുശേഷം ഞങ്ങൾ എന്താക്കി വേറൊരു നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് ടൈം എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ക്ലിനിക്കിലേക്ക് പോണത് കേട്ടോ. അപ്പം അടുത്തന്നെ NMCൻ്റെ ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു. മിതു വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞു. പിന്നെ കൂടാണ്ട് മിച്ചുവിനെ അകത്തേക്ക് കൊണ്ടുവരാഞ്ഞിട്ടാണ്. കാരണം ഇപ്പം എല്ലായിടത്തും പനി അതിനെ കൊണ്ട് മിച്ചുവിന് ഇനി അവിടെ ഇവിടെയും തൊട്ടിട്ട് പനി വരണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇവിടെ തീരെ തിരക്കില്ലായിരുന്നു. പ്രഷറും ടെമ്പറേച്ചറും നോക്കിയപ്പം ടെമ്പറേച്ചർ അത്യാവശ്യത്തിന് കൂടുതലുണ്ടെന്ന് അവർ പറഞ്ഞു. പിന്നെ ഒരു മലയാളി നേഴ്സായിരുന്നു, ചേച്ചി കൂടെയൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഡോക്ടർ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു. മൾട്ടി വിറ്റാമിൻ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ സിക്ക് ലീവ് സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അങ്ങനെ കുറച്ച് ടൈം അവിടെ ഇരുന്നു. അപ്പോഴേക്കും മിച്ചുവും അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ ഭയങ്കര ബഹളമായിരുന്നു മിച്ചുവിനെ കൊണ്ട്. അവിടെ ഒരു ലോലിപോപ്പ് കണ്ടിട്ട് ഫാർമസിയിൽ, പക്ഷെ വാങ്ങിച്ചു കൊടുത്തില്ല. കാരണം വൺസ് ഇതൊരു കരയുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ അത് കുട്ടികൾക്കൊരു ശീലമാകും. ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇട്ട ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ കിടന്നത്. അതിനുശേഷം ഒന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് പിന്നെ ഒന്ന് റെഡി ആയത്. ഫുഡൊക്കെ കഴിച്ച് ടാബ്ലറ്റ് കഴിച്ചപ്പോൾ ഒന്ന് ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി വന്ന് ഇവിടെ മിച്ചു AC ഇടാണ്ട് കിടക്കൂല. AC എന്ത് പുറത്ത് തണുപ്പാന്ന് പറഞ്ഞാലും അവന് AC വേണം, അറ്റ്ലീസ്റ്റ് ആ ACൻ്റെ സൗണ്ടെങ്കിലും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര തണുപ്പ് ഫീൽ അടിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് വൈറൽ ഫീവർ ആണ് എന്നാണ്. അപ്പം എന്താ ഞാൻ സിക്ക് ലീവിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റും വാങ്ങി. നെക്സ്റ്റ് ഡേ നാളെ എന്തായാലും ഞാൻ പോണുണ്ടാവില്ല. കാരണം ഈ വയ്യായി വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് പ്രശ്നം. അപ്പം 2 ഡേയ്സിനുള്ള സിക്ക് ലീവ് അവർ തന്നിട്ടുള്ളത്. അതൊക്കെയാണ് അവസ്ഥ.
ടെമ്പറേച്ചർ ഉണ്ട് 39 പോയിന്റ് സംതിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിർത്താണ്. നാളത്തേക്ക് എന്തായാലും നാളെ വീഡിയോ എടുക്കുന്നുണ്ടാവില്ല ഞാൻ. അപ്പോൾ ഞാൻ പനിയൊക്കെ മാറിയതിന് ശേഷം വേറെ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.